ചുവന്ന ഞാൻ നോട്ട് 14. ഗൈസ്, എനിക്കൊരു സീരിയസ് ക്വസ്റ്റ്യൻ ഉണ്ട്. നിങ്ങൾക്ക് എന്താണ് ഈ റെഡ്മി നോട്ട് സീരീസിനെ പറ്റി തോന്നുന്നത്? എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് റെഡ്മി നോട്ട് 1 ഉണ്ടായ ആ ഒരു ഹൈപ്പ്. ബഡ്ജറ്റ് പ്രൈസ് പോയിന്റിൽ കിഡ്ലൻ സ്പെക്സ് തരുന്ന വാല്യൂ ഫോർ മണി സ്മാർട്ട് ഫോൺ വേറെ ഉണ്ടായില്ല. അവരുടെ 14ാമത്തെ പതിപ്പായ റെഡ്മി നോട്ട് 14 ആണ് എന്റെ കയ്യിലുള്ളത്. റെഡ്മി ബോക്സ്, ഫോണിലിടാനുള്ള കേസ്, ഡോക്യുമെന്റേഷൻസ്, സിം ടൂൾ, സ്മാർട്ട് ഫോൺ, 40 വാട്ടിന്റെ ടൈപ്പ് എ ചാർജർ, ടൈപ്പ് എ ടു ടൈപ്പ് സി കേബിൾ. ഈ മൂന്നാമത്തെ ക്യാമറ കുട്ടിയാക്കിയത് എന്തായാലും നന്നായി. അല്ല, കോപ്പിറൈറ്റ് സ്ട്രൈക്ക് എങ്ങാനും കിട്ടിയാലോ. എനിവേ, ജോക്സ് അപ്പാർട്ട്, കയ്യിലെടുക്കുമ്പോൾ ഡിവൈസ് നല്ല കംഫർട്ടബിൾ ആണ്. ബാക്ക് സൈഡ് കണ്ടു കഴിഞ്ഞാൽ ശരിക്കും ഒരു ഗ്ലാസിന്റെ ഫീൽ ഉണ്ട്. 4 എഡ്ജസും സ്ലൈറ്റ്ലി കർവ്ഡ് ആണ്. ക്യാമറ മൊഡ്യൂൾ ലേശം എംബോസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. താഴെയായിട്ട് നിങ്ങൾക്ക് റെഡ്മി ലോഗോയും ഉണ്ട്. ആൻഡ് ഫോൺ അത്യാവശ്യം സ്ലിമ്മും ആണ്. മുകളിലായിട്ട് നിങ്ങൾക്ക് സെക്കൻഡറി മൈക്ക്, IR ബ്ലാസ്റ്റർ, സ്റ്റീരിയോ സ്പീക്കറിന്റെ രണ്ടാമത്തെ മൈക്ക് ആൻഡ് 3.5 mm ഹെഡ്ഫോൺ ജാക്ക്. ഇതിന് നിങ്ങൾക്ക് ഹൈറസ് ഓഡിയോയുടെ സപ്പോർട്ട് ഉണ്ട്. താഴെയായിട്ട് നിങ്ങൾക്ക് സിം ട്രേ, ടൈപ്പ് സി പോർട്ട്, മൈക്രോഫോൺ ആൻഡ് സ്പീക്കർ. ഡിവൈസ് IP64 റേറ്റഡ് ആണ്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഡിവൈസ് ആണ്. 6.67 ഇഞ്ചിന്റെ ഡിസ്പ്ലേ, 120 ഹെർട്സിന്റെ AMOLED HDR10+ ഡിസ്പ്ലേ ആണ്. സ്ക്രീനിൽ താഴെയായിട്ട് വേഗതയുള്ള ഒരു ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനറും കൊടുത്തിട്ടുണ്ട്. Gorilla Glass 5ന്റെ പ്രൊട്ടക്ഷൻ ഉണ്ട്. ആൻഡ് ബ്രൈറ്റ്നസ് വൈസ് ഔട്ട്ഡോറിലും ഇൻഡോറിലും യാതൊരു പ്രശ്നങ്ങളും തോന്നിയിട്ടില്ല. ഏകദേശം 2100 നിറ്റ്സിന്റെ ഒരു പീക്ക് ബ്രൈറ്റ്നസ് ആണ് ഈ ഡിവൈസിനുള്ളത്. ആൻഡ് ഡിവൈസിന്റെ ബെസൽസ് ആർ സർപ്രൈസിംഗ്ലി തിൻ. ഡിസ്പ്ലേ ഒറ്റ നോട്ടത്തിൽ ബ്രൈറ്റ് ആണ്, ക്രിസ്പ് ആണ്, വിവിഡ് ആണ്. ബട്ട് നിങ്ങൾക്ക് അത് വേണ്ട രീതിയിൽ സെറ്റിംഗ്സിൽ ട്യൂൺ ചെയ്യാം. ഡോൾബി അറ്റ്മോസ് സപ്പോർട്ട് ചെയ്യുന്ന ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഉണ്ട്. അത്യാവശ്യം ലൗഡ് ആണ്. ഒരു സാമ്പിൾ കേൾപ്പിച്ചു തരാം. ഇത്തവണയുള്ള മെയിൻ ചേഞ്ച് ഈ ഒരു ഡിവൈസിലുള്ള പ്രൈമറി ക്യാമറയിലാണ്. ബോക്സിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് 50 മെഗാ പിക്സലിന്റെ സോണി ക്യാമറ എന്ന്. ഇതിനകത്ത് സോണി LYT600 സെൻസർ ആണ് വരുന്നത്. ഈ സെൻസർ വന്നിരിക്കുന്ന ഒട്ടുമിക്ക സ്മാർട്ട് ഫോൺസിലും നമ്മൾക്കറിയാം ഫോട്ടോ ഔട്ട്പുട്ട്സ് ആർ ആക്ച്വലി ഗുഡ്. ആ ഒരു ട്രെൻഡ് നമ്മൾക്ക് ഇവിടെയും കാണാൻ പറ്റുന്നുണ്ട്. വരുന്ന ഫോട്ടോസ് എല്ലാം വൈബ്രന്റ് ആണ്, ബ്രൈറ്റ് ആണ്. ബാക്കിൽ നല്ല ലൈറ്റ് കൂടുതലാണെങ്കിലും HDR നല്ലപോലെ മാനേജ് ചെയ്യുന്നുണ്ട് ഫോട്ടോസിൽ. പല ഫോട്ടോ സാമ്പിൾസ് കാണിച്ചു തരാം. ഒരു ഫോട്ടോ സാമ്പിൾ പോലും എനിക്ക് അത്ര മോശം എന്ന് പറയത്തക്ക തോന്നിയില്ല പ്രൈമറി ക്യാമറയിൽ. എസ്പെഷ്യലി നല്ല ക്ലാരിറ്റി ഫോട്ടോസ് കിട്ടാൻ വീണ്ടും സഹായിക്കും മെയിൻ സെൻസറിൽ നിങ്ങൾക്ക് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനും ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷനും ഉണ്ട്. ഈവൻ ലോ ലൈറ്റിലും ഇൻഡോർസിലും ഇതിന്റെ പെർഫോമൻസ് കൊള്ളാം. പക്ഷേ നിങ്ങൾ പോർട്രേറ്റ് ഫോട്ടോസ് ആണ് എടുക്കുന്നതെങ്കിൽ ചില സമയങ്ങളിൽ നിങ്ങൾക്ക് എഡ്ജ് ഡിറ്റക്ഷൻ ലേശം പാളുന്നുണ്ട്. എസ്പെഷ്യലി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഇപ്പോൾ കണ്ണട പോലത്തേക്ക് സിറ്റുവേഷൻ. കൂടാതെ നിങ്ങൾക്ക് ഒരു അൾട്രാ വൈഡ് ക്യാമറയും കിട്ടുന്നുണ്ട്. ബട്ട് കമ്പയർ ടു മെയിൻ സെൻസർ അൾട്രാ വൈഡിന്റെ പെർഫോമൻസ് അത്രയ്ക്കില്ല എങ്കിലും അൾട്രാ വൈഡ് ക്യാമറ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് വലിയൊരു കാര്യം. അൾട്രാ വൈഡ് ഫോട്ടോസ് ഇത്തരത്തിലാണ് കിട്ടുന്നത്. അൾട്രാ വൈഡ് ആണെങ്കിലും ഔട്ട്ഡോർസിൽ ഡീസന്റ് ജോബാണ് തരുന്നത്. ഇൻഡോർസിലാണ് കുറച്ച് ബുദ്ധിമുട്ടുന്നത്. ഇത് കൂടാതെ മൂന്നാമതായി ഒരു മാക്രോ ക്യാമറ കൊടുത്തിട്ടുണ്ട് 2 മെഗാ പിക്സലിന്റെ. ആൻഡ് ആ 2 മെഗാ പിക്സൽ എങ്ങനെയാണോ പെർഫോം ചെയ്യേണ്ടത് അതുപോലെ തന്നെ പെർഫോം ചെയ്യുന്നുണ്ട്. ഫോട്ടോ സാമ്പിൾ കണ്ടാൽ അറിയാം. ഓവറോൾ ക്യാമറ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ പ്രൈമറി ക്യാമറയുടെ പെർഫോമൻസ് ഇസ് ഗുഡ്. ഈ വീഡിയോ ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുന്ന സമയത്ത് ഇതിനകത്ത് 1080p 30 FPS മാക്സിമം ഷൂട്ട് ചെയ്യാൻ പറ്റുന്നത്. 60 FPS ഒരു ഓപ്ഷൻ കൂടെ കൊടുക്കാമായിരുന്നു, അത് കൊടുത്തിട്ടില്ല. ബട്ട് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനും ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷനും ഉള്ളതുകൊണ്ട് നിങ്ങൾ എടുക്കുന്ന വീഡിയോ ഫുട്ടേജസ് എല്ലാം സ്റ്റേബിൾ ആണ്. ഫ്രണ്ടിൽ നിങ്ങൾക്ക് 20 മെഗാ പിക്സലിന്റെ ഒരു സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഇതിൽ എടുക്കുന്ന സെൽഫി ഫോട്ടോസ് വൈബ്രന്റ് ആണ്. എസ്പെഷ്യലി സെൽഫിയിലും നിങ്ങൾക്ക് അവർ HDR ബാലൻസ് ചെയ്യുന്നത് നല്ലപോലെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. പക്ഷേ ഫോട്ടോസിൽ ഫോട്ടോ എടുക്കുന്ന സമയത്ത് HDR അത്ര ഇല്ലെങ്കിലും എടുത്ത് പ്രോസസ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് ആ ഒരു HDR പെർഫോമൻസ് വരുന്നത്. ബട്ട് വീഡിയോ ഡിപ്പാർട്ട്മെന്റിൽ എസ്പെഷ്യലി സെൽഫി വീഡിയോസിൽ നമ്മൾ എടുക്കുന്ന സമയത്ത് വീഡിയോസ് ഒക്കെ കൊള്ളാൻ കുഴപ്പമില്ല. ബട്ട് ബാക്കിൽ നിന്ന് ഹാർഷ് ആയിട്ടുള്ള ലൈറ്റ് വരുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ടും ഫോർഗ്രൗണ്ടും സെപ്പറേറ്റ് ചെയ്യാനായിട്ട് ലേശം ബുദ്ധിമുട്ടുണ്ട്. ഡിവൈസ് ലോഞ്ച് ചെയ്ത സമയത്ത് ഇതിനകത്ത് കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ടെന്ന് പറയുന്നു. മാജിക് സ്കൈ, ഇറേസർ എന്നൊക്കെ. ബട്ട് ലോഞ്ചിന് മുന്നെയാണ് എനിക്ക് ഈ ഡിവൈസ് കിട്ടിയത്. ഞാൻ ഇതിനകത്ത് ഫീച്ചേഴ്സ് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് തപ്പി നോക്കി. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് ഇപ്പോഴത്തേക്ക് ഫീച്ചർ ഒന്നും ഇതിനകത്ത് കിട്ടിയില്ല. ബട്ട് ഐ തിങ്ക് മേ ബി അപ്ഡേറ്റിലൂടെ ആയിരിക്കാം നിങ്ങൾക്ക് കിട്ടാനായിട്ട് പോകുന്നത്. ആസ് ഓഫ് നൗ എന്റെ കയ്യിലുള്ള ഹിയോ ഡിവൈസിൽ ഫീച്ചേഴ്സ് ഒന്നും ഞാൻ കണ്ടില്ല. എന്നാലും സോഫ്റ്റ്വെയർ റൺ ചെയ്യുന്നത് Xiaomi HyperOS 14 ആൻഡ്രോയിഡ് 14 ബേസ് ചെയ്തിട്ട്. പക്ഷേ ഓവറോൾ HyperOS രസമുണ്ട് കാണാനായിട്ട്. ഒരു ഫ്രഷ് ലുക്ക് Xiaomiക്ക് കൊടുക്കുന്നുണ്ട്. ബട്ട് എനിക്ക് എന്തോ ഓവറോൾ പെർഫോമൻസ് വെച്ച് നോക്കുമ്പോൾ പല സ്ഥലത്തും കുറച്ചുകൂടി ഒന്ന് ഒപ്റ്റിമൈസ് ചെയ്യണം എന്ന് എനിക്ക് തോന്നി. എസ്പെഷ്യലി 120 ഹെർട്സിന്റെ ഡിസ്പ്ലേ ആണ് ഇതിനകത്തുള്ളത്. ഞാൻ 120 ഹെർട്സിൽ ലോക്ക് ചെയ്താണ് ഇതിന്റെ റിഫ്രഷ് റേറ്റ് ഇടുന്നതെങ്കിലും ആപ്ലിക്കേഷൻസ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഓപ്പൺ ചെയ്ത് വരുന്ന ആനിമേഷൻ ഒരു 60 ഹെർട്സ് ഫീൽ. എന്നാൽ ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യുന്ന സമയത്തുള്ള ആനിമേഷൻ 120 ഹെർട്സ് ഫീൽ. ആപ്പ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് 120 ഹെർട്സിൽ ആനിമേഷൻ കിട്ടാമെങ്കിൽ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഡെഫിനറ്റ്ലി 120 ഹെർട്സിൽ കൊണ്ടുവരാനായിട്ട് പറ്റും. സോ അത്തരത്തിലുള്ള ഒപ്റ്റിമൈസേഷൻസ് ഔട്ട് ഓഫ് ദി ബോക്സ് ഇല്ല. സോ അപ്ഡേറ്റിലൂടെ ഫിക്സ് ചെയ്യേണ്ടി വരും. എന്നാലും ഡിവൈസിൽ 5110 mAh ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് ബാറ്ററി ലൈഫ് കംപ്ലൈന്റ് പറയാനൊന്നുമില്ല. ബാറ്ററി ലൈഫ് ഇസ് ഗുഡ്. ആൻഡ് 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഫാസ്റ്റ് ചാർജിംഗ് സെറ്റിംഗിൽ പോയിട്ട് ഒന്ന് ഓൺ ആക്കണം. ആൻഡ് ഫാസ്റ്റ് ചാർജർ പെട്ടിക്കകത്ത് വരുന്നുണ്ട്. അതൊരു ടൈപ്പ് എ ഫാസ്റ്റ് ചാർജർ ആണ്, ടൈപ്പ് സി അല്ല. സോ ടൈപ്പ് എ ടു സി കേബിളും ബോക്സിനകത്തുണ്ട്. ബട്ട് പെർഫോമൻസ് വൈസ് നമ്മൾ പല ആൾക്കാരും ഇന്ന സാധനം ആയിരിക്കും വരും എന്ന് എക്സ്പെക്ട്
ചെയ്തിരുന്നു, ബട്ട് വന്നിരിക്കുന്നത് വേറെ സാധനമാണ്. ബേസിക്കലി 6GB റാമും 120GB വേരിയന്റ് ആണ് എന്റെ കയ്യിലുള്ളത്. എന്നാൽ ചിപ്സെറ്റ് വരുന്നത് Dimensity 7025 Ultra. പേര് 7025 Ultra ആണെങ്കിലും 122 സ്കോർ വരുന്നത് ഏകദേശം ഒരു 5 lakhs അടുത്താണ്. 5 lakhs അടുത്ത് 122 സ്കോർ വരുന്ന ഡിവൈസ് ഡേ ടു ഡേ പെർഫോമൻസുകൾക്കൊന്നും കുഴപ്പമൊന്നും ഉണ്ടാവില്ല. സോഷ്യൽ മീഡിയ ബ്രൗസിംഗ്, യൂട്യൂബിൽ വീഡിയോസ് കാണുക, ഫേസ്ബുക്ക്, വാട്സ്ആപ്പ്, കോളിംഗ്, ഫോട്ടോസ് എടുക്കുക, ഡേ ടു ഡേ ടാസ്കുകൾക്ക് യാതൊരു പ്രശ്നവുമില്ല. ബട്ട് ഗെയിമിംഗ് ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ലൈറ്റ് ഗെയിമിങ്ങിന് യാതൊരു പ്രശ്നവും ഈ ഒരു ഡിവൈസിനില്ല. ഡിവൈസ് ഒരു 5G റെഡി ഡിവൈസ് ആണെന്ന് പറയുന്നു, ബട്ട് എത്ര 5G ബാൻഡ്സ് ആണ് എന്നുള്ള ഇൻഫർമേഷൻ ഇപ്പോഴത്തേക്ക് എൻ്റെ കയ്യിലില്ല. ഓവറോൾ ഡിവൈസ് നല്ലൊരു ഡിവൈസ് തന്നെയാണ്, പ്രശ്നങ്ങളൊന്നുമില്ല. ബട്ട് ഡിപ്പെൻസ് ഓൺ ഏത് പ്രൈസ് പോയിന്റിലാണ് ഇത് ഇറങ്ങാൻ പോകുന്നതെന്ന്. എൻ്റെ അടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു 15K പ്രൈസ് റേഞ്ചിലാണ് ഇത് ഇറക്കുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി നല്ലൊരു കോമ്പറ്റീഷൻ ഈ ഒരു ഡിവൈസിന് കൊടുക്കാനായിട്ട് പറ്റും. സോ ഇതാണ് ഈ ഒരു ഡിവൈസിനെ പറ്റി എൻ്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ. പ്രൈസിംഗ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ കമന്റ് ബോക്സിലോ ഇട്ടേക്കാം. ബട്ട് പ്രൈസിംഗ് അറിഞ്ഞതിന് ശേഷമാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഈ ഡിവൈസിനെ പറ്റിയുള്ള അഭിപ്രായം എന്ന് കമന്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കണ്ട. നമ്മൾക്ക് ഇനി അടുത്ത വീഡിയോ കാണാം. ബൈ.